ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം പേജ് 311 ആണ്. അപ്പം അതിൽ ഞാൻ ഹിൻസ് തരും, ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പം ഫസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ബൈ ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി probability that a value of a random variable differed from its mean. അപ്പോൾ എന്താണ്? മോഡുലസ് എക്സ് മൈനസ് മ്യൂ ബൈ മോർ ദാൻ ട്വൈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ എന്തുവരും? ഗ്രേറ്റർ ദാൻ 2 സിഗ്മ. ദെൻ ദിസ് ഈസ് ലെസ് ദാൻ. അപ്പം ലെസ് ദാൻ സംതിങ്. അപ്പം ആ അപ്പർ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ 2 സിഗ്മ ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ നമ്മുടെ ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റിയുടെ അപ്പർ ബൗണ്ട് കാണാനുള്ള ഇക്വേഷൻ നമ്പർ 2 എഴുതി. അപ്പോൾ എന്താണ്? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം ടിയുടെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാമല്ലോ. 1/t², 1/4 കിട്ടും ആൻസർ. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏത് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ് xn/n ടെൻസ് ടു p എന്ന് പറയുന്നത്? ഏതാണ്? ബർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് വായിച്ച് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തത് നോക്കിക്കേ. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ bn/n ടെൻസ് ടു 0. bn എന്താണ്? വേരിയൻസ് അല്ലേ? വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആണ് bn എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? നെയിം യൂസ് ടു ഡിസ്ക്രൈബ് സീരീസ് ഓഫ് തിയറം സെയിങ് ദാറ്റ് സം ഓഫ് ലാർജ് നമ്പേഴ്സ് ഓഫ് റാൻഡം വേരിയബിൾസ് ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. എന്താണ് അപ്രോക്സിമേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? എവിടെയാണ്? സെൻട്രൽ ലിമിറ്റ് തിയറം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഫോളോസ് യൂണിഫോം 0 തീറ്റ അല്ലേ? എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം 0 തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലിമിറ്റ് തിയറം ഉപയോഗിച്ച് എക്സ് ബാറിൻ്റെ അസിംപ്റ്റോട്ടിക് ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ മീനും വേരിയൻസും കാണുക, എക്സ് ബാറിൻ്റെ മീനും വേരിയൻസും കാണുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അറിയാം എന്നുള്ളവർ, അതായത് യൂണിഫോം AB ആണെങ്കിൽ മീൻ എന്ന് പറയുന്നത് a+b/2 ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് b-a² ആണ്. ഓക്കെ, അത് അറിയാം എന്നുള്ളവർ എയ്ക്കും ബിക്കും 0യും തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അല്ലാത്തവർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ മീനും വേരിയൻസസും ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാത്തവർ എക്സ്പെക്റ്റേഷൻ എക്സും വേരിയൻസ് ഓഫ് എക്സും കാണാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ എന്ത് വേണം? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. നമുക്കറിയാം യൂണിഫോം AB ആണെങ്കിൽ എന്താണ് ഡെൻസിറ്റി ഫംഗ്ഷൻ? 1/b-a. അപ്പോൾ യൂണിഫോം 0 തീറ്റ ആണെങ്കിൽ എന്ത് വരും? 1/θ-0, അതായത് 1/θ ആണ് ഇവിടുത്തെ ഡെൻസിറ്റി ഫംഗ്ഷൻ. എക്സ്പെക്റ്റേഷൻ എന്താ കിട്ടുന്നത്? θ/2. ഓക്കെ, ഇത് യൂണിഫോം AB-യുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞ് a+b/2. അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 0 + θ/2, അതായത് θ/2 അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് നോക്കുന്നതിലും എളുപ്പം ആ ഫോം എന്താണെന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇനി വേരിയൻസ് കാണാനായിട്ട് എക്സ്പെക്റ്റേഷൻ x² കാണാം. എക്സ്പെക്റ്റേഷൻ x² എന്ത് കിട്ടി? ഇൻ്റഗ്രേഷൻ ഓവർ 0 to θ x² × f(x) dx എന്നിട്ട് θ²/3. ഇനി വേരിയൻസ് കാണാമല്ലോ. വേരിയൻസ് കാണാൻ ഫോർമുല ഇട്ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? θ²/12. ഓക്കെ, വേരിയൻസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് എന്താണ്? b-a²/12, അതായത് θ-0²/12, അതായത് θ²/12. ഓക്കെ, ഇനി എക്സ് ബാറിൻ്റെ എക്സ്പെക്റ്റേഷനും വേരിയൻസും എങ്ങനെ കണ്ടുപിടിക്കാം?
നോക്കിക്കേ, എക്സ് ബാർ എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ബൈ n. അപ്പം അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുമ്പം എന്താണ്? 1/n ഇൻറ്റു n ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതായത് n ക്യാൻസൽ ആയിട്ട് θ/2. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. ഇനി വേരിയൻസ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാമല്ലോ. വേരിയൻസ് കാണുമ്പോൾ എന്താണ്? 1/n പകരം 1/n² ഔട്ട്സൈഡ് വരും. പിന്നെ എക്സൈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ലാർജ് സാമ്പിൾ, റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം യൂണിഫോം 0 θ ആണ്. സോ കോവേരിയൻസസ് ടേംസ് ഇല്ല. സോ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് വേരിയൻസ് 1/n² ഇൻറ്റു സം ഓഫ് വേരിയൻസ്. അപ്പം എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ബാർ θ²/12 എന്ന്. അപ്പം ആ എക്സ്പെക്റ്റേഷനും വേരിയൻസും വെച്ചിട്ട് ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. എല്ലാം തിയറിയാണ്, തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സ് പഠിച്ചു വയ്ക്കാം. ഇനി ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് ഏതാണ് തന്നിരിക്കുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ, മ്യൂ ആൻഡ് വേരിയൻസ് σ² ആണല്ലോ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 സിഗ്മ. ആദ്യം ഇത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? മ്യൂ. അപ്പം എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നുള്ളത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറും. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ, മ്യൂ ആൻഡ് വേരിയൻസ് σ² ആണെങ്കിൽ ദെൻ വി ഡിഫൈൻ Z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതായത് ഡിവൈഡഡ് ബൈ എന്താണ്? σ²ൻ്റെ സ്ക്വയർ റൂട്ട്, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് സിഗ്മ. അപ്പം എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? മീൻ 0യും വേരിയൻസ് 1ഉം. അപ്പം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സിനെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആക്കി കൺവേർട്ട് ചെയ്യും, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിനുശേഷം ഇസഡിൻ്റെ ടേബിൾ ഉണ്ട്. നമുക്ക് ഇസഡ് ടേബിൾ എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി വാല്യൂസ് നമുക്കൊരു ടേബിളായിട്ട് അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതുപയോഗിച്ച് തന്നെയാണ് നമ്മളിവിടെ ഈ പ്രോബബിലിറ്റി കാണാൻ പോകുന്നത്. നമ്മളിവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ത്രൂ ഔട്ട് സിഗ്മ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. അതായത് പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 വേർ ഇസഡ് ഈസ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഇനി ഈ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ നിന്നാണ്. ഇപ്പം നമ്മൾ മോഡുലസ് മാറ്റുവാണെങ്കിൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1.96 പ്ലസ് പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1.96. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത് കണ്ടോ? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫാണ്. ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിലെ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ ഏരിയ ആണ് നമ്മൾ ഇസഡ് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ ഗ്രാഫ് ഈ കർവ് ബെൽ ഷേപ്പ് കർവാണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 ആണ്. രണ്ട് സൈഡിലേക്കും സിമെട്രിക് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി 0യ്ക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അതായത് 0യുടെ റൈറ്റ് സൈഡിലേക്ക് 0.5 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്കും 0.5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇസഡ് ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നോർമലിൻ്റെ ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടേബിൾ നോക്കുക. അപ്പോൾ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ഇസഡ് സ്കോർ. അപ്പം ഞാൻ താഴെ വരച്ചിരിക്കുന്ന ഗ്രാഫ് കണ്ടോ? അതായത് ഇസഡ് സ്കോർ എവിടെയാണോ -∞ തൊട്ട്
ആ ഇസഡ് വരെയുള്ള വാല്യൂ ആണ് നിങ്ങളുടെ ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ 0 തൊട്ട് ഇസഡ് വാല്യൂ വരെയുള്ള ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, ചിലപ്പം റൈറ്റ് സൈഡിലേക്കുള്ളതായിരിക്കും തരുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള ടേബിളുണ്ട്. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ടേബിളിൽ -∞ തൊട്ട് ഇസഡ് വാല്യൂ വരെയുള്ള പ്രോബബിലിറ്റി എന്താണോ അതാണ് തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ഇപ്പം നമുക്ക് -1.96ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? ആദ്യത്തെ ആ പ്രോബബിലിറ്റി ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ്റെ ഏരിയ. അപ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കേ, -3.4 തൊട്ട് താഴോട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ -1.9 ഉണ്ട്. നമുക്ക് -1.96ൻ്റെ ആണ് വേണ്ടത്. അപ്പം -1.9 ഉണ്ട്. അപ്പം 96 വേണം. അപ്പം 0 തൊട്ട് 9 വരെ മോളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് 6 ഏതാന്ന് നോക്കുക. അപ്പം -1.9നും 6നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് -1.96 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ -1.96ന് താഴോട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് -1.9നും 6നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണത്? 0.025. അപ്പം അത് നമുക്ക് റെക്കോർഡ് ചെയ്യാലോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 1.96 തൊട്ട് മുകളിലേക്കുള്ളതാണ് അല്ലേ? 1.96ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ളതാണ്. പക്ഷെ ടേബിളിൽ നിന്ന് എന്താ കിട്ടുന്നത്? ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ മാത്രമേ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടത്തുള്ളൂ. സോ ഞാൻ ആ ഗ്രാഫിൽ ഒരു ആരോ വരച്ചിരിക്കുന്നത് കണ്ടോ? ഡബിൾ സൈഡ് ആരോ വരച്ചിരിക്കുന്നത് കണ്ടോ? ആ റീജിയൻ്റെ ഏരിയ ആണ് 1.96ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുക. ഓക്കെ, 1.96ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫുൾ ഏരിയ എവിടെ നിന്നാണ്? ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. അതേതാണ്? 1.9ഉം രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പം 1.9ഉം 6നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 0.975. കണ്ടല്ലോ, 0.975. അതാണ് അത്രയും റീജിയൻ. അപ്പോൾ എന്താ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ റൈറ്റ് സൈഡിലെ റീജിയൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ഇത് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. സോ ഈ ലെഫ്റ്റ് സൈഡിലെ ഏരിയ 0.975 ആണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന 1.96ൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏരിയ എന്താണ്? 1 മൈനസ് 0.975. എന്ത് കിട്ടും? എന്താണ് 1 മൈനസ് 0.975? 0.025. അപ്പം രണ്ട് ഷെയ്ഡഡ് റീജിയൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 0.025. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. നോർമൽ ടേബിളിൽ എന്താണ് വാല്യൂ? 1.96 ആണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞു സിമ്മട്രിക് ആണെന്ന്. അപ്പം -1.96ൻ്റെ ലെഫ്റ്റ് സൈഡിലും 1.96ൻ്റെ റൈറ്റ് സൈഡിലും ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ നമ്മളത് പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കണമെന്നില്ല. -1.96ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് 0.25 ആണെങ്കിൽ 1.96ൻ്റെ റൈറ്റ് സൈഡിലുള്ളതും 0.25 ആണ്. അത് ഈക്വൽ ആണോ നിങ്ങൾക്ക് ഗ്രാഫ് വരച്ച് വാല്യൂ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ നമുക്ക് എന്താണ് ആൻസർ വരിക? എന്താണ് ആൻസർ കിട്ടിയത്? 0.05. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചത്ര 0.05. ഇനി നമുക്ക് ഷെബിഷെപ്സ് ഇനിക്വാളിറ്റി വെച്ചിട്ട് ഇതിൻ്റെ അപ്പർ ബൗണ്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷെബിഷെപ്സ് ഇനിക്വാളിറ്റി ആയിട്ട് എഴുതാൻ എന്ത് ചെയ്യണം? നമ്മൾ കറസ്പോണ്ടിങ് ഷെബിഷെപ്സ് ഇനിക്വാളിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അപ്പം ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കിട്ടും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുക? t = 1.96. അപ്പോൾ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാമല്ലോ. 1/t² കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. f(x) എന്താണ്? e⁻⁻x എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പർ ബൗണ്ട് ഫോർ ദി പ്രോബബിലിറ്റി യൂസിങ് ഷെബിഷെപ്സ് ഇനിക്വാളിറ്റി. അപ്പോൾ എന്താണ് ഈ പ്രോബബിലിറ്റി കാണാൻ? ഷെബിഷെപ്സ് ഇനിക്വാളിറ്റി അല്ലേ? അപ്പോൾ ഷെബിഷെപ്സ് ഇനിക്വാളിറ്റിയുടെ ഫോമിൽ എഴുതണമെങ്കിൽ നമുക്ക് വേരിയൻസും മീനും കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആദ്യമേ ഒന്ന് കണ്ടുപിടിച്ചേ.
അപ്പം ഇത് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 1, വേരിയൻസ് 1. ഡൗട്ടുള്ളവർ ചെയ്ത് കണ്ടുപിടിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത്. അപ്പം നമ്മുടെ ഷെബിഷെഫ്സ് ഇനീക്വാളിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മീനും വേരിയൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോമിലാണ് വരിക? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ടി ലെസ് ദാൻ 1/t². അപ്പം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? t = 2. സോ അത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n = 100 ആൻഡ് p = 1/2. അപ്പോൾ ഇവിടെയും എക്സ്പെക്റ്റേഷനും വേരിയൻസും കണ്ടുപിടിക്കാം. ഫോർമുല അറിയാലോ, എക്സ്പെക്റ്റേഷൻ NP, വേരിയൻസ് NPQ. കണ്ടുപിടിച്ച് ഷെബിഷെഫ്സ് ഇനീക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിച്ച് ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാം. ചെയ്യാലോ? 4 തിയറി പ്രോബ്ലം ആണ്. അഞ്ചാമത്തത് എന്താണ്? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കണ്ടു എക്സാമ്പിളിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? bn/n ചെക്ക് ചെയ്ത് ടെൻസ് ടു 0 ആണെങ്കിൽ ആൻസറാണ്. സോ അത് വേരിയൻസ് കണ്ടുപിടിച്ച് ചെയ്യുക. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പം എന്താണ്? സെൻട്രൽ ലിമിറ്റ് തിയറി ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ്സിന് എന്താണ് പ്രത്യേകത? ഈ ലിമിറ്റ്സിൻ്റെ ഇടയിൽ എക്സ് ബാർ കിടക്കാനുള്ള പ്രോബബിലിറ്റി 0.9 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറി ഉപയോഗിച്ച് എല്ലിൻ്റെയും യുവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ്? എല്ലും യുവും? എല് ലോവർ ലിമിറ്റ്, യു അപ്പർ ലിമിറ്റ്. സോ സെൻട്രൽ ലിമിറ്റ് തിയറി ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ് ബാറിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് എക്സ് ബാറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പം എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മ്യൂ ആണെങ്കിൽ എക്സ് ബാറിൻ്റേതും മ്യൂ ആയിരിക്കും. എക്സിൻ്റെ വേരിയൻസ് σ² ആണെങ്കിൽ എക്സ് ബാറിൻ്റെ എന്താണ്? σ²/n. അപ്പം എക്സ് ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? σ/√n. സോ ഇതുപയോഗിച്ച് നമുക്ക് എക്സ് ബാറിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റാൻ പറ്റും. കാരണം എന്താണ്? സെൻട്രൽ ലിമിറ്റ് തിയറി ഉപയോഗിച്ച് ഏതൊരു ഡിസ്ട്രിബ്യൂഷനും അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സോ നമുക്കറിയാം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ ഡിവൈഡഡ് ബൈ σ/√n എന്ന് പറയുന്നത് നോർമൽ 0, 1 ആണ്. അപ്പം അതിനെ നമുക്ക് Z എന്ന് വിളിക്കാം. അപ്പം എക്സ് ബാറിനെ നമ്മളിങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ എന്താണ്? എല്ലിനും യുവിനും സെയിം ട്രാൻസ്ഫോർമേഷൻസ് കൊടുക്കണം അല്ലേ? സോ ഇതിനെ നമുക്ക് Z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ഫോമിലാവും? സോ നമ്മൾ ഈ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും എ എന്നും ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്ക് Z കിടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? 0.9. ഇതിൽ വേരിയബിൾസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പം പ്രോബബിലിറ്റിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ 0.9 ആണ് ടോട്ടൽ പ്രോബബിലിറ്റി. സോ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കിക്കേ. എയ്ക്കും ബിക്കും ഇടയിൽ Z വരാനുള്ള പ്രോബബിലിറ്റി 0.9. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് എബൌട്ട് 0 ആയതുകൊണ്ട് നമ്മൾ ഈ 0.9നെ 0യ്ക്ക് അപ്പറേ ഇപ്പറയായിട്ട് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് 0യുടെ താഴെ A തൊട്ട് 0 വരെ 0.45ഉം 0 തൊട്ട് B വരെ 0.45. അപ്പം ഈ പ്രോബബിലിറ്റി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോക്കിയാണ് നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പം എയും ബിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ച് എല്ലും യുവും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പം എയും ബിയും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പം നമ്മുടെ കയ്യിലുള്ള ടേബിളിൽ നിന്ന് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാനിതിനെ വേറൊരു ഫോമിലേക്ക് ഗ്രാഫ് ഒന്ന് മാറ്റി വരച്ചു. എന്താണ്? -∞ തൊട്ട് A വരെയുള്ള പോർഷൻ എന്തായിരിക്കും? അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. -∞ തൊട്ട് 0 വരെയുള്ള ഏരിയ 0.5 ആണ്, അല്ലെങ്കിൽ 0 തൊട്ട് ∞ വരെയുള്ളത്
0.5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 മൈനസ് 0.45 ആയിരിക്കും. അതെത്രയാണ്? 0.05. അതേപോലെ ബിയുടെ റൈറ്റ് സൈഡിലുള്ള പ്രോബബിലിറ്റിയോ 0.5 മൈനസ് 0.45 എന്ന് പറയുന്നത് 0.05. അപ്പം ഈ പ്രോബബിലിറ്റി ഉപയോഗിച്ചാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. എയുടെ വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എ വരെയുള്ള പ്രോബബിലിറ്റി 0.05 ആണ്. 0.05ൻ്റെ അറൗണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആ ടേബിളിൽ എവിടെയാണ് എന്ന് നോക്കുക. അപ്പോൾ ഏതാണ്? 0.05050യും 0.04947 കണ്ടോ? 0.05ൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ് ഇത്. സോ ഇതിൽ തന്നെ ഏതാണോ ഏറ്റവും അടുത്ത് 0.05050. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇസഡ് സ്കോർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിക്കേ, ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണുള്ളത്? ഇസഡ് സ്കോർ മൈനസ് 1.6. മോളിൽ എന്താണ്? 0.04. അപ്പം എയുടെ വാല്യൂ എന്താണ്? മൈനസ് 1.64. ഓക്കെ അല്ല, ഇപ്പം നിങ്ങൾ 0.04947 എടുക്കുന്നെങ്കിൽ എന്താണ് വാല്യൂ? മൈനസ് 1.65. ഇനി ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളത് എടുക്കാം. അതായത് മൈനസ് 1.645. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ടേക്ക് എ ഈക്വൽ ടു മൈനസ് 1.64. സോ ബി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 1 മൈനസ് 0.05 ചെയ്യുക. എന്ത് കിട്ടും? 0.95. അപ്പോൾ 0.95ന് അറൗണ്ട് ഉള്ള വാല്യൂ എടുക്കുക. അതിന് കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുക. ടേബിളിൽ നിങ്ങൾ 0.95ന് കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിച്ചു. അത് 1.64 ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എയുടെയും ബിയുടെയും ടെയിൽ പ്രോബബിലിറ്റീസ് ഈക്വൽ ആണ്. സോ ബി എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും, നെഗറ്റീവ് ഓഫ് എ ആയിരിക്കും. സോ എ മൈനസ് 1.64 ആണെങ്കിൽ ബി എന്ന് പറയുന്നത് 1.64 ആണ്. അപ്പം എയും ബിയും കണ്ടുപിടിച്ചാൽ എല്ലും യുവും കാണാമല്ലോ. അപ്പോൾ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൻ്റെയും യുയുടെയും വാല്യൂസ് നമുക്ക് കിട്ടും. സോ നമുക്ക് ആ പ്രോബബിലിറ്റീനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ആ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് മ്യൂ മൈനസ് 1.64 സിഗ്മ ബൈ റൂട്ട് എന്നും മ്യൂ പ്ലസ് 1.64 സിഗ്മ ബൈ റൂട്ട് എന്നും ആണ്. ഇതിന് രണ്ടിനും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് 0.9. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 0.9 മാറ്റി 0.95 അല്ലെങ്കിൽ 0.85 ഒക്കെ ആക്കിയിട്ട് ഇതേപോലെ തന്നെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മ്യൂ അൺനോൺ ആണ്, സിഗ്മ സ്ക്വയർ തന്നിട്ടുണ്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്? 2/n. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് സാമ്പിൾ മീൻ ഈസ് വിത്തിൻ 0.4 ഓഫ് പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.4 ആൻഡ് ദിസ് പ്രോബബിലിറ്റി ഈസ് അറ്റ് ലീസ്റ്റ് 0.4. അതായത് പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.9. ഓക്കെ, അറ്റ് ലീസ്റ്റ് 0.9 ആണ്. സോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0.9. സോ ഇത് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റിയുടെ ടേംസിൽ നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്. ടിയുടെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? 1 മൈനസ് 1/t² ഈക്വൽ ടു 0.9 ആണ്. സോ ആ ടി അവിടെ നിന്ന് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ഓഫ് 2/n ടി എന്ന് പറയുന്നത് 0.4 ആണ്. അവിടെ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ഇതുവരെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. ടിയുടെ വാല്യൂ റൈറ്റ് സൈഡ് പ്രോബബിലിറ്റിയും നമുക്ക് കിട്ടും, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അടുത്ത ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെയും ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച്
പ്രോബബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇത് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.